Good morning. Good morning. Good morning, ma'am. Good morning. Okay, നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സ്കോറിംഗ് അല്ലെ, സ്കോറിംഗ് സർവേ റിസൾട്ട് വരെ അല്ലെ, അത്ര വരെയാണ് എടുത്ത് നിർത്തിയത് അല്ലെ. ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത് നാബ് തൊട്ടാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 1 മിനിറ്റ്. ഓക്കെ, അപ്പോ നാബ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. NABH എന്താണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? പേജ് നമ്പർ 57. ഓക്കെ, എന്താണ് നാബിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കറക്റ്റ് ആയിട്ട് അതിന്റെ ഫുൾ ഫോം എഴുതി വെച്ച് പഠിക്കണം. ഓക്കെ, നാബിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. നാബിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. The NAB standards are reformed every 4 years, and now the hospital implement 5th edition standards April 2020. അപ്പോ JCI നെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു JCI? ഓർക്കുന്നുണ്ടോ JCI എന്താണെന്ന്? ഓർമ്മയുണ്ടോ? എന്താണ് JCIയുടെ ഫുൾ ഫോം? എന്തായിരുന്നു? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അല്ലെ. ഓക്കെ, അത് റീ എക്സാമിൻ ചെയ്യുന്നത്, അതിന്റെ സ്റ്റാൻഡേർഡ്സ് റീ എക്സാമിൻ ചെയ്യുന്നത് ഏത് വർഷം വരെയാണ്? എത്ര ഇയേഴ്സ് കൂടുമ്പോഴാണ്? 3 ഇയേഴ്സ് കൂടുമ്പോഴാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നാബിനും എന്തുണ്ട്? സ്റ്റാൻഡേർഡ്സ് റീ എക്സാമിൻ ചെയ്യും അല്ലെ. അതിന് എത്ര ഇയേഴ്സ് കൂടുമ്പോഴാണെന്നാണ് പറയുന്നത്? 4 ഇയേഴ്സ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ JCIയുടെയും പഠിക്കണം, അതുപോലെ തന്നെ നാബിന്റെയും പഠിച്ചു വെക്കണം കേട്ടോ. 4 ഇയേഴ്സ് കൂടുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാൻഡേർഡ്സുകള് റീ എക്സാമിൻ ചെയ്യുന്നുണ്ട്, റീഫോം ചെയ്യുന്നുണ്ട്. ഇനി now the hospital implements the 5th edition standards. എന്താണ്? നിലവില് നടപ്പിലാക്കിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് 5th എഡിഷൻ എന്ന് പറയുന്നത്. അത് എത്രയിലാണ് വന്നിരിക്കുന്നത്? 2020 കേട്ടോ. 2020 ഏപ്രിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, NAB standards centers on patient safety and quality of the delivery of services by the hospital in a changing healthcare environment. NAB is given by the autonomous body set up by the government of the India known as the QCI, which is a standard making board in India. എന്താണ് NAB സ്റ്റാൻഡേർഡ്സ്? NAB എന്ന് പറയുന്നത് അത് ആ സ്റ്റാൻഡേർഡ്സുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്തിലേക്കാണെന്നാണ് പറയുന്നത്? പേഷ്യന്റ് സേഫ്റ്റിയും അതുപോലെ ക്വാളിറ്റി ഓഫ് ഡെലിവറി ഓഫ് സർവീസസ്. ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് നല്ല രീതിയിൽ ഗുണനിലവാരത്തോട് കൂടിയിട്ട് അതുപോലെ സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്നതിലാണ് NAB സ്റ്റാൻഡേർഡ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ NAB എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓട്ടോണമസ് ബോഡി ആണ് അല്ലെ. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ് എന്തെന്ന് പറയുന്നത്? QCI എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ് QCI. QCIയുടെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. QCI എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ NAB എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെന്താ പറയുന്നത്? QCI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ് QCI. QCIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റി
Council of India. ഇത്രയും കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ വരുന്നത്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങള് ക്വാളിറ്റി അഷുറൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. NAB mainly divides hospital into two main divisions. രണ്ട് രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? HCOയും HCOയും. HCO എന്ന് പറയുമ്പോൾ എന്താണ്? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിച്ച് ലെസ് ദാൻ 50 ബെഡ്സ് അല്ലെ. അപ്പൊ 50 ബെഡ്സിൽ സ്മോൾ ആണ് അല്ലെ. 50 ബെഡ്സിൽ കുറവുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ എന്തിലേക്ക് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? SHCOയില്. ഇനി HCO എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മോർ ദാൻ 50 ബെഡ്സ്, 50 ബെഡ്സിൽ മുകളിലുള്ള ഹോസ്പിറ്റലുകളെയാണ് HCOയില് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി എന്താണ്? The main NAB book or standards has 10 chapters with 100 standards and 651 objective elements. അപ്പൊ NABന് എന്തൊക്കെയാണുള്ളത്? 10 chapters ഉണ്ട്, 100 സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. 10 ചാപ്റ്റേഴ്സും 100 സ്റ്റാൻഡേർഡ്സും അതുപോലെ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് ഉള്ളത്. ഇനി സ്റ്റാൻഡേർഡ്സ് റെഫേഴ്സ് ടു എ സെറ്റ് ഗോൾ ഫോർ പെർഫോമൻസ്. ഇനി സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ പെർഫോമൻസ് ലെവല് എത്രത്തോളം ഉണ്ടെന്ന് അളക്കാനായിട്ട് നമുക്ക് അല്ലെങ്കിൽ സൂചിപ്പിക്കാനായിട്ട് പറ്റും അല്ലെ. സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് നോക്കി അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കി കഴിഞ്ഞാല് ആ സ്കോറുകൾ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. അത് വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എത്രത്തോളം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവിടുത്തെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അളക്കാനായിട്ട് പറ്റും. ഇനി എന്താണ്? Elements come under each standards and is used to monitor the performance. നമ്മളെ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് അല്ലെ. ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ്സിന് കീഴിൽ വരുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ചാപ്റ്റേഴ്സ് അല്ലെ. ഫസ്റ്റ് വൺ ഓരോ സെക്ഷൻസ് ഉണ്ടാവും, അതിന്റെ അടിയിലായിട്ട് ചാപ്റ്റേഴ്സ് ഉണ്ടാവും, ചാപ്റ്റേഴ്സിന്റെ അടിയിൽ എന്തുണ്ടാവും? സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ്സിന്റെ അടിയിൽ എന്തുണ്ടാവും? ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ടാവും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ ആ എലമെന്റ്സ് സ്റ്റാൻഡേർഡ്സിന് കീഴിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പെർഫോമൻസുകൾ അല്ല, ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ട് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് സൂചിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അങ്ങനെയുള്ള ആ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 651 എണ്ണമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ നമ്മൾ 4 രീതിയിലാണ് ഇനി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? 102 എണ്ണം. 651 എണ്ണത്തില് 102 എണ്ണം ഏത് കാറ്റഗറിയാണ്? കോർ കാറ്റഗറി. അണ്ടർലൈൻ ചെയ്യാട്ടോ. 102 എണ്ണം കോർ കാറ്റഗറിയാണ്. 459 എണ്ണം കമ്മിറ്റ്മെന്റ് കാറ്റഗറിയാണ്. 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറി, 30 എണ്ണം എക്സലൻസ് കാറ്റഗറി. ഇങ്ങനെ 4 രീതിയിൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. കോർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് 102 എണ്ണമാണ് കേട്ടോ. ഓക്കെ, അതൊന്ന് മനസ്സിൽ വെക്കാം. കോർ കാറ്റഗറി എത്ര എണ്ണമാണ്? 651 എണ്ണത്തില് 102 എണ്ണം കോർ കാറ്റഗറി ആണെന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കാം. ഇനി എന്താണ് കോർ കാറ്റഗറി എന്ന് പറഞ്ഞാല്? വിച്ച് ആർ എസെൻഷ്യലി ഇവാലുവേറ്റഡ് ഡ്യൂറിങ് ഈച്ച് അസസ്മെന്റ്. അപ്പൊ എന്താണ് കോർ കാറ്റഗറി എന്ന് പറഞ്ഞാല്? ഓരോ അസസ്മെന്റ് നടത്തുമ്പോഴും അത്യാവശ്യമായിട്ട് നോക്കേണ്ട എലമെന്റ്സ് essentially evaluated during each assessment.
ഓരോ അസസ്മെന്റ് നമ്മൾ നടത്തുമ്പോഴും അത്യാവശ്യമായിട്ട് നോക്കേണ്ട എലമെന്റ്സിനെയാണ് നമ്മൾ കോർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായോ? ഇനി 459 എണ്ണം എന്താണ്, എന്ത് കാറ്റഗറിയിലാണ് തിരിച്ചിരിക്കുന്നത്? കമ്മിറ്റ്മെന്റ് കാറ്റഗറി അല്ലെ. അതെന്താണെന്ന് നോക്കിയേ. which will be evaluated during final assessment. ഫൈനൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാല് അന്തിമമായിട്ട് അല്ലെ, അന്തിമ അസസ്മെന്റ്, ഫൈനൽ ആയിട്ട് നടത്തുന്ന അസസ്മെന്റ്. ഓക്കെ, അപ്പൊ അന്തിമ സമയത്ത് മാത്രം വിലയിരുത്തുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ ഇതിൽപ്പെടുത്തിയിരിക്കുന്നത് 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫൈനൽ എന്ന് പറഞ്ഞാല് അന്തിമ സമയത്ത് മാത്രം വിലയിരുത്തുന്ന എലമെന്റ് ആണ്. ഇനി 60 എണ്ണം എന്താണ്? അച്ചീവ്മെന്റ് കാറ്റഗറി അല്ലെ. വിച്ച് വിൽ ബി ചെക്ക്ഡ് ഔട്ട് ഡ്യൂറിങ് സർവീലിയൻസ് അസസ്മെന്റ്. സർവീലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേൽനോട്ടം, സൂപ്പർവിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മീനിങ് ആണ് സൂപ്പർവിഷൻ അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുക. ഓക്കെ, അപ്പോ മേൽനോട്ടം എന്നാണ് സർവീലിയൻസിന്റെ മീനിങ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? which will be checked out during surveillance assessment. നിരീക്ഷണ മൂല്യനിർണയ വേളകളിൽ ചെക്ക് ചെയ്യേണ്ട എലമെന്റ്സ് ആണ് ഇതിൽ വരുന്നത്, അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ വരുന്നത്. നിരീക്ഷണം, അവിടെ സൂപ്പർവിഷൻ അല്ലെ. നിരീക്ഷണ മൂല്യനിർണയ വേളകളില് ചെക്ക് ചെയ്യേണ്ട എലമെന്റ്സ്. ക്ലിയർ ആയോ? ഇനി 30 എണ്ണം എന്താണ്? എക്സലൻസ് കാറ്റഗറി ആണ്. അതെന്താണ് പറയുന്നത്? വിച്ച് വിൽ ബി ഇവാലുവേറ്റഡ് ഡ്യൂറിങ് റീ അക്രഡിറ്റേഷൻ. എന്താണ്? റീ അക്രഡിറ്റേഷൻ സമയത്ത് മാത്രം വിലയിരുത്തേണ്ട എലമെന്റ്സിനെയാണ് എക്സലൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ. 102 എണ്ണം കോർ കാറ്റഗറിയാണ്. കോർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അസസ്മെന്റ് നടത്തുമ്പോഴും അത്യാവശ്യമായിട്ട് നോക്കേണ്ട എലമെന്റ്സ് ആണ്. അതുപോലെ 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറിയാണ്. കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാല് ഫൈനൽ അസസ്മെന്റ് അല്ലെ, അന്തിമ സമയത്ത് മാത്രം വിലയിരുത്തേണ്ട എലമെന്റ് ആണ്. ഇനി എന്താണ് പറയുന്നത്? 60 എണ്ണം അച്ചീവ്മെന്റ് കാറ്റഗറിയാണ്. അതെന്താ പറയുന്നത്? നിരീക്ഷണ മൂല്യനിർണയ വേളകളില് മാത്രം ചെക്ക് ചെയ്യേണ്ട എലമെന്റ്സ്. ഇനി എന്താ പറയുന്നത്? 30 എണ്ണം എക്സലൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. റീ അക്രഡിറ്റേഷൻ സമയത്ത് മാത്രം വിലയിരുത്തേണ്ട എലമെന്റ്സിനെയാണ് നമ്മൾ എക്സലൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഇത്രയും വരെ എടുത്തത് ടാബ് എന്താണ്, അതുപോലെ തന്നെ 4 ഒബ്ജക്റ്റീവ് എലമെന്റ്സിന്റെ കാറ്റഗറീസ്. ഇപ്പോഴാണോ? ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എക്സലൻസ് കാറ്റഗറി, ഒരു മികച്ച വിഭാഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ എക്സലൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് എന്താണ്?
which will be evaluated during the re-accreditation. Re-accreditation സമയത്ത് മാത്രം വിലയിരുത്തേണ്ട എലമെന്റ്സ് ആണ് ഉപകരണത്തിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. Re-accreditation സമയത്ത് മാത്രം വിലയിരുത്തേണ്ട എലമെന്റ്സ്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. നാബ് സ്റ്റാൻഡേർഡ്സ് അല്ലേ? നാബിന്റെ ചാപ്റ്റേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മള് നേരത്തെ തന്നെ ഈ ക്ലാസ് തുടങ്ങിയപ്പോ പറഞ്ഞത്? എത്ര എണ്ണം ചാപ്റ്റേഴ്സ് ഓർക്കുന്നുണ്ടോ? എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? ഓർമ്മയില്ല? 10 ചാപ്റ്റേഴ്സ് അല്ലേ? ഓക്കെ, അപ്പൊ നാബിന്റെ സ്റ്റാൻഡേർഡ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് എന്നും ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ചാപ്റ്റേഴ്സ് ഒന്ന് എണ്ണി നോക്കി എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ 10 എണ്ണം തന്നെയാണോ ഇതിനകത്തുള്ളതെന്നല്ലേ? ഓക്കെ, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓർഗനൈസേഷൻ സെന്റേർഡ്സിൽ ഉൾപ്പെടുന്നത് ഏതാണ്? 5 സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അല്ലെ? അങ്ങനെ ആകെ മൊത്തം 10 സ്റ്റാൻഡേർഡ് ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിനെ 5 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നോക്കിയേ? അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഏതൊക്കെയാണ് പേഷ്യന്റ് സെന്റേർഡിൽ ഏതൊക്കെ വരുന്നുള്ളതെന്ന് ഓർത്ത് വെക്കണം. അതുപോലെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ എത്ര എണ്ണമാണ് ഏതൊക്കെയാണെന്നുള്ളതെന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഈ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പൊ വല്ല കോഡോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതൊന്ന് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ഓക്കെ, പേഷ്യന്റ് സെന്റേർഡിൽ വരുന്നത് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് ഓപ്ഷനുകളിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കാം കോഡോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട്. ഓക്കെ, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ എന്തൊക്കെയാണ്? അപ്പോ ACC അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ COP കെയർ ഓഫ് പേഷ്യന്റ്. ഇനി MOM മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. ഇനി PRE എന്ന് പറഞ്ഞാല് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. HIC ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത്. ഇനി ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? PSU പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ROM റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. FMS ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. IMS ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് 2 കാര്യങ്ങളിലായിട്ടല്ലേ പേഷ്യന്റ് സെന്റേർഡിലും സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലും ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലും ആയിട്ട് വരുന്നത്. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് നോക്കാം. നാബ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് KPIs. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. എക്സ്പാൻഡ് ഫോം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് പറ്റണം കേട്ടോ. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കാം. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് KPI അസിസ്റ്റ് ഇൻ ഹെൽപ്പിംഗ് to systematically monitor, assess and continually enhance the services performance. By themselves, KPIs cannot improve performance. However, they do provide a signpost that signal progress towards goals and objectives, as well as opportunities for sustainable progress. അപ്പൊ ഇവിടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഒരു വഴി അല്ലെ, എന്താണ് ഒരു വഴികാട്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. സൈൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വഴികാട്ടിയാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് മോണിറ്റർ ചെയ്ത് അത് മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇപ്പോ നമ്മള് CST ഒക്കെ പഠിച്ച ടൈമിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ, സൂചകങ്ങള് ഇല്ലേ? CSSTയുടെ സൂചകങ്ങള്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഒരു 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോ ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ പിന്നെ എന്താ, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. സ്ട്രിക്സുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സും നമ്മുടെ ഈ ക്വാളിറ്റി മാനേജ്മെന്റിലുണ്ട്. ഓക്കെ, ഹോസ്പിറ്റലില് എന്തൊക്കെയാണ് ഈ ക്വാളിറ്റി, എന്തൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യിക്കേണ്ട കാര്യങ്ങള്. അപ്പോ ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിലൂടെ നമുക്ക് അതൊക്കെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്വാളിറ്റി കൂട്ടേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് അത് പരിഹരിക്കാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷെ ഈ കീ പെർഫോമൻസ് വെച്ചിട്ട് നമുക്കത് എന്താണ്, അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ പറ്റില്ല. അത് നമുക്കത് മനസ്സിലാക്കി എവിടേക്കാണ് ഇംപ്രൂവ്മെന്റ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എവിടേക്കാണ് കെയർ നല്ല രീതിയിൽ കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ ഒരു വഴികാട്ടിയാണെന്നാണ് പറയുന്നത് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു 32 ഫോർമുലാസ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെ രീതിയിലാണ് എവിടേക്കാണ് നമ്മൾ ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒരു 32 ഫോർമുലാസ്, പേടിക്കേണ്ട ആവശ്യമില്ല. 32 എണ്ണം പഠിക്കേണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഓരോ പേജ് എടുത്ത് കഴിയുമ്പോൾ മിസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് തരാം, മാർക്ക് ചെയ്ത് തരാം. അപ്പൊ ഓരോന്നും പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു 32 ഫോർമുലാസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിന് മിക്കതും ചോദിക്കുന്നത് എന്താണ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ഫോർമുലാസ് ആയിരിക്കും. നിർബന്ധമായിട്ടും ഫോർമുലാസ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. The key performance indicators are likely to be monitored by healthcare organizations. Okay, അപ്പോ ഓർഗനൈസേഷൻസ് അവരുടെ പെർഫോമൻസ് ലെവല് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഈ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോ അത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, the time taken for initial assessment. ഫസ്റ്റ് ഫോർമുലയാണ് എന്ത്, പ്രാഥമിക വിലയിരുത്തലിനായിട്ട് എടുക്കുന്ന സമയം. പ്രാഥമിക വിലയിരുത്തലിന് എടുക്കുന്ന സമയം എത്രത്തോളം ഉണ്ട്. അപ്പൊ അതിന്റെ ഫോർമുലയാണ് നമുക്കിത് പഠിക്കാനുള്ളത് കേട്ടോ. ഇവിടെ നോക്കാം, the time should given from the time that the patient has reached at the bed of the ward till the time that the initial evaluation has been completed by a doctor. ഇവിടെ പറയുന്നത് ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു, അഡ്മിറ്റ് ആവാനായിട്ട് പറഞ്ഞു. അപ്പൊ അയാൾ എന്ത് ചെയ്തു, വാർഡിൽ അഡ്മിറ്റ് ആക്കി. എന്ത് ചെയ്തു, രോഗി ഹോസ്പിറ്റലിൽ എത്തി, വാർഡിലോട്ട് എത്തി അല്ലെ, അഡ്മിറ്റ് ആവാൻ പറഞ്ഞു, വാർഡിലോട്ട് എത്തി. ആ വാർഡിലോട്ട് എത്തിയത് മുതല് എന്ത് ചെയ്തു, ആ രോഗിയെ ഡോക്ടർ പ്രാഥമിക മൂല്യനിർണയം നടത്തുന്നത് വരെയുള്ള ടൈം ഉണ്ടാവുമല്ലോ. ഡോക്ടർ വന്ന് അദ്ദേഹത്തെ പരിശോധിക്കണം അല്ലെ, അഡ്മിറ്റ് ആക്കി. അപ്പൊ ഡോക്ടർ വന്നിട്ട് അദ്ദേഹത്തെ പരിശോധിക്കണം, ഇനീഷ്യൽ അസസ്മെന്റ് നടത്തണം. അതുവരെയുള്ള ആ ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈം ഗ്യാപ്പ്, അതാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? രോഗി ഹോസ്പിറ്റലിൽ നിന്ന് വാർഡിലേക്ക് എത്തി, ആ വാർഡിലേക്ക് എത്തിയത് മുതല് ഡോക്ടർ വന്ന് പ്രാഥമിക മൂല്യനിർണയം നടത്തുന്നത് വരെയുള്ള ടൈം, അതാണ് ഇവിടെ പറയുന്നത് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. പ്രാഥമിക വിലയിരുത്തലിനായിട്ട് എടുക്കുന്ന ടൈം. ഇനി അതിന്റെ ഫോർമുല പഠിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. നോക്കിയേ നിങ്ങള്, ഈ ഇവിടെ എന്താണ് ന്യൂമറേറ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്, സം ഓഫ് ദി ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. ആ ഹെഡിങ് ഒന്ന് നോക്കിയേ നിങ്ങള്, ന്യൂമറേറ്ററും ഹെഡിങ് ഒന്ന് നോക്കിയേ.
ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. മനസ്സിലായോ? അപ്പൊ ആ ന്യൂമറേറ്ററും ഹെഡിങ്ങും ഒന്ന് തന്നെയാണ് അല്ലെ അവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് എളുപ്പ വഴി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്ത് ഓരോ ഫോർമുലയിലും ഇങ്ങനെ തന്നെയാണ്. ഓരോ ഫോർമുലയും പറയുമ്പോഴും കണക്ട് ചെയ്ത് വെച്ച് നോക്കിയിട്ട് അങ്ങനെ പഠിക്കാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് അല്ലെ, എന്താണ് ഇനീഷ്യൽ അസസ്മെന്റിന് എടുത്ത ടൈം. ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ്. അഡ്മിറ്റ് ആയ രോഗികളുടെ ടോട്ടൽ എണ്ണം. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് കിട്ടും. അതിന്റെ എന്താണ് അതിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോ വാല്യൂ ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഫോർമുല മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. മനസ്സിലായോ? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. ഇനീഷ്യൽ അസസ്മെന്റിന് പ്രാഥമിക വിലയിരുത്തലിന് എടുത്ത ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ്. എത്ര പേര് അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്, അവിടെ ടോട്ടൽ എണ്ണം. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നോക്കാം. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ്. ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റിഗേഷൻസ് എന്താണ്? ഇൻവെസ്റ്റിഗേഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുമ്പോ അപ്പോഴേക്കും നമ്മുടെ ടെസ്റ്റുകളാണ് അല്ലെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ടെസ്റ്റുകളാണ് അല്ലെ. യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ, CT സ്കാൻ, MRI, അങ്ങനെ പല വിധത്തിലുള്ള ടെസ്റ്റുകളാണ് ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത്. അപ്പോ ഒരു 1000 എണ്ണം 1000 ടെസ്റ്റുകൾ, ലാബ് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് എത്ര എണ്ണത്തില് എറേഴ്സ് വന്നിട്ടുണ്ട്? 1000 ലാബ് ടെസ്റ്റുകൾ ചെയ്തു, അതിനകത്ത് എത്ര എണ്ണത്തിൽ എറേഴ്സ് വന്നിട്ടുണ്ട്? അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. രണ്ടാമത്തെ ഫോർമുലയിൽ നോക്കുന്നത്. 1000 എണ്ണം ടെസ്റ്റ് ചെയ്തു, 1000 ലാബ് ടെസ്റ്റുകൾ നടത്തി, അതിനകത്ത് എത്ര എണ്ണത്തിന് എറേഴ്സ് വന്നിട്ടുണ്ട്, തെറ്റുകൾ വന്നിട്ടുണ്ട്. ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് അല്ലെ, എത്ര എണ്ണമാണ് റിപ്പോർട്ട് ചെയ്തത്, ലാബ് ടെസ്റ്റുകൾ നടത്തിയപ്പോ എത്ര എണ്ണത്തില് എറേഴ്സ് വന്നിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ്. എത്ര ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ലാബിലും അതുപോലെ റേഡിയോളജി വിഭാഗത്തിലുമായിട്ട് എത്ര ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്, അതിനകത്ത് എത്ര എണ്ണം എറേഴ്സ് വന്നിട്ടുണ്ട് അല്ലെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി അതേ ഇൻറ്റു 1000 എണ്ണമാണല്ലേ അവിടെ നമ്മള് ടെസ്റ്റുകൾ നടത്തിയിരിക്കുന്നത്, അത് ഇൻറ്റു വരുമ്പോ 1000 കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാല് ടെസ്റ്റുകൾ നടത്തിയതില്, ലാബ് ടെസ്റ്റുകൾ നടത്തിയതില് എത്ര എണ്ണത്തിന് തെറ്റുകൾ വന്നിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ടെസ്റ്റുകൾ പെർഫോം ചെയ്തിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ എണ്ണം ഇൻറ്റു 1000. രണ്ട് ഫോർമുലാസ് ഒന്ന് വായിക്കാം കേട്ടോ. രണ്ട് ഫോർമുലകളും ഒന്ന് വായിച്ചു നോക്കാം.
ക്ലിയർ ആയോ? ഒരു ഡൗട്ടും ഇല്ല അല്ലെ? ഓക്കെ, രണ്ട് ഫോർമുലാസും ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. തേർഡ് വൺ നോക്കാം. Percentage of adherence to safety precautions by staff working in diagnostics. അപ്പൊ എന്താണ് ഇവിടെ അഡ്ഹറൻസ് എന്ന് പറഞ്ഞാല്? എന്താണ് മീനിങ്? എന്താണ് മീനിങ് അഡ്ഹറൻസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? Percentage of adherence to safety precautions by staff working in diagnostics. ഇവിടെ അഡ്ഹറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലിക്കുക. അഡ്ഹറൻസ് മീൻസ് പാലിക്കുക. ഓക്കെ, നമ്മള് റേഡിയോളജി വിഭാഗത്തില് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ, അല്ലെങ്കിൽ റേഡിയോളജി സർവീസ് പഠിച്ചപ്പോ ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് ഇങ്ങനെ എക്സ്റേ ആയാലും CT സ്കാൻ ഒക്കെ ആയാലും നമ്മള് രോഗികൾ വരുമ്പോ ആ സ്കാനുകൾ ചെയ്യുമ്പോ അവിടെ എന്ത് ചെയ്യണം? സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം അല്ലെ? അവരെന്ത് ചെയ്യണം? എന്തൊക്കെയാണ് അവരുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ ധരിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങളിപ്പോ? ഗ്ലൗസ്, പിന്നെ എന്തൊക്കെയാണ് വെക്കേണ്ടത്? എന്താണ്? കോട്ട് അല്ലേ? ഓക്കെ, ഡ്രസ്സുകൾ ധരിക്കാം, അതുപോലെ ഗ്ലൗസ് ധരിക്കണം, ഗൂഗിൾസ് അല്ലെ, കണ്ണടകള്. അങ്ങനെയുള്ള കാര്യങ്ങൾ ധരിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? അവിടെ വരുന്ന പേഷ്യൻസിന് എന്ത് കൊടുക്കാനായിട്ട്? ഇങ്ങനെയുള്ള എക്സ്റേ പോലെയുള്ളത്, ഏപ്രിൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ധരിക്കണം. മാസ്കുകള്, ഓക്കെ, ഓർമ്മയുണ്ടാവില്ല അവർ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ധരിച്ചിട്ട് വേണം എക്സ്റേസ്, സ്കാനിങ് പോലുള്ളവ ചെയ്തു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ എന്ത് പറ്റും? ഇങ്ങനെയുള്ള കാര്യങ്ങള് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തില്ലെങ്കിൽ റേഡിയേഷൻ ഏൽക്കാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ? ഓൾറെഡി അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ്? റേഡിയേഷൻ ഏൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളത്. ഓക്കെ, പാലിക്കണം എന്നുള്ളത്. അപ്പോ ഇവിടെ നോക്കാം. അങ്ങനെ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നവരുടെ പെർസെന്റേജ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് സ്റ്റാഫ് adhering to safety precautions divided by number of staff audited into 100. Okay, first പറഞ്ഞത് നോക്കി. Number of staff adhering to safety precautions. Safety precautions പാലിക്കുന്നവരുടെ ടോട്ടൽ നമ്പർ. റേഡിയോളജി വിഭാഗത്തില്, ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സില് ഇങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ്. അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ടോട്ടൽ നമ്പർ. എല്ലാവരും ധരിക്കണം അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണമെന്നില്ലല്ലേ? ചിലവര് അത് പാലിക്കുന്നുണ്ടാവാം, ചിലവര് പാലിക്കാത്തവരുണ്ടാവാം അല്ലെ? അപ്പോ പാലിക്കുന്നവരുടെ എണ്ണമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ്. സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ്. ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരുടെ ടോട്ടൽ നമ്പർ, ടോട്ടൽ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ആണ് മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ്. Medication errors is any preventable event that may cause or lead to unsuitable medication use or patient harm while the medication is in the control of the healthcare professional, patient or consumer. ഇവിടെ പറയുന്നത് മരുന്നുകൾ കൊടുക്കുമ്പോ എറേഴ്സ് വരാം. ഓക്കെ, മരുന്നുകൾ നമ്മളിപ്പോ പേഷ്യൻസിന് കൊടുക്കാം അല്ലെ? അവിടുത്തെ സ്റ്റാഫുകൾ, നഴ്സുകളായാലും
മറ്റു സ്റ്റാഫുകളൊക്കെ ആയാലും മരുന്നുകൾ എടുത്ത് കൊടുക്കുമ്പോൾ എന്താ പറയാ തെറ്റുകൾ സംഭവിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ പേഷ്യൻസ് തന്നെ കഴിക്കുന്നവരുണ്ടാവും. അഡ്മിറ്റ് ആയവരൊക്കെ അവർക്കറിയാം ഇന്ന മരുന്നുകൾ കഴിക്കണം എന്ന് പറഞ്ഞ് ഇന്ന സമയത്ത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നഴ്സുമാര് പോകുമ്പോ അവര് തന്നെ എടുത്ത് കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവില്ലേ? അവര് ചിലപ്പോ ഇത്ര ml ആയിരിക്കാം, 10 ml കഴിക്കേണ്ടതിന് ചിലപ്പോ 15 ml കഴിക്കാം, അല്ലെങ്കിൽ 5 ml കഴിക്കേണ്ടതിന് 10 ml കഴിക്കാം അല്ലെ. ഡോസ് കൂട്ടി കുറച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകളുടെ ആ മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പേഷ്യൻസ് തന്നെ കഴിക്കുമ്പോഴും തെറ്റുകൾ വരാം, അതുപോലെ തന്നെ സ്റ്റാഫുകൾ പേഷ്യൻസിന് കൊടുക്കുമ്പോഴും തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ കറക്റ്റ് ആയിട്ട് അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള എറേഴ്സുകളൊന്നും വരില്ല. കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാതെ ധൃതിയിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിലാണ് ഇങ്ങനെയുള്ള തെറ്റുകൾ സംഭവിക്കുന്നത്. അപ്പൊ പേഷ്യൻസ് തന്നെ കഴിക്കുമ്പോഴായാലും സ്റ്റാഫുകൾ പേഷ്യൻസിന് കൊടുക്കുമ്പോഴായാലും ഇങ്ങനെയുള്ള മെഡിക്കേഷൻ എറേഴ്സുകൾ സംഭവിക്കാം. അതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താ പറയുന്നത്? ഓക്കെ, അപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോർമുല നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് ഇൻടു 100. ഇവിടെ പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്, മരുന്നില് തെറ്റുകൾ വന്നതിന്റെ ടോട്ടൽ എണ്ണം, പിശകുകൾ അല്ലെ. എറേഴ്സ് എന്ന് പറഞ്ഞാല് പിശകുകള്. അപ്പൊ മരുന്നുകളില് പിശകുകൾ വന്നതിന്റെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. മരുന്ന് പിശക് വരാനായിട്ടുള്ള സാധ്യത എന്ന് പറഞ്ഞാല് ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാല് സാധ്യത. മരുന്ന് പിശകുകൾ വരാനായിട്ടുള്ള സാധ്യതകളുടെ എണ്ണം ഇൻടു 100. ഓക്കെ, അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് എന്ന് പറഞ്ഞാല് മരുന്ന് പിശകുകളുടെ ടോട്ടൽ എണ്ണം, എറേഴ്സ് ഉണ്ടായിട്ടുള്ളതിന്റെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ്. മരുന്ന് പിശകുകള് മെഡിക്കേഷൻ എറേഴ്സ് വരാനായിട്ടുള്ള സാധ്യതകളുടെ എണ്ണം ഇൻടു 100. വായിച്ചു നോക്കാം കേട്ടോ. തേർഡും ഫോർത്തും ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഇനി നെക്സ്റ്റ് വണ്ണാണ് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ പ്രോൺ അബ്രിവേഷൻസ്. എന്താണ് അബ്രിവേഷൻസ്? ഓർക്കുന്നുണ്ടോ നിങ്ങള്? അബ്രിവേഷൻസ് എന്താണ്? ടെർമിനോളജിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അബ്രിവേഷൻസ്. പൂർണ്ണരൂപം. ഓക്കെ, ചുരുക്കി എഴുത്തല്ലേ അബ്രിവേഷൻസ് എന്ന് പറഞ്ഞാല്? ഷോർട്ട് ഫോംസ് ആണ് അല്ലെ? ഷോർട്ട് ഫോംസ് ആണ് അബ്രിവേഷൻസ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പോ എന്താണെന്ന് നോക്കിയേ. എറർ പ്രോൺ അബ്രിവേഷൻസ്
should be defined in accordance with the guidelines set down by for safe medication practice. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഷോർട്ട് ഫോംസുകൾ എഴുതും അല്ലെ. ഡോക്ടേഴ്സ് ആയാലും എന്താണ്, വാർഡിലൊക്കെ പോകുമ്പോ എന്താണ്, രോഗികളെ കാണുമ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള മരുന്നുകൾ അവർ ചാർട്ട് ചെയ്യും ഇല്ലേ, ചാർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ചാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫോംസിലാണ് അവർ എഴുതുന്നത്. അപ്പോ ചിലപ്പോ ഷോർട്ട് ഫോംസ് തെറ്റിപ്പോവാം, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് എഴുതാത്തത് കൊണ്ട്. ഡോക്ടർമാരുടെ എഴുത്തൊക്കെ നമുക്ക് അറിയാലോ, ചുരുക്കി എഴുത്തൊക്കെ നമുക്ക് എന്താണ്, വായിച്ചാലും മനസ്സിലാവോ? ഇല്ലല്ലേ, നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോ അങ്ങനെ ചുരുക്കി എഴുതുമ്പോ അതിൽ തെറ്റുകൾ വരാം. ഇത് ഈ ചാർട്ട് കൊണ്ടുപോയിട്ട് എന്താണ്, മരുന്ന് വാങ്ങിക്കാനായിട്ട് നമ്മളെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ചിലപ്പോ എന്താണ്, അവിടെ നിൽക്കുന്ന ഫാർമസിയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്കും മനസ്സിലാവാതെ അവർ ചിലപ്പോ തെറ്റി മരുന്ന് തരാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ മരുന്നുകളെ ചാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള തെറ്റുകൾ വരാം, മനസ്സിലാവാതെയും. അതുപോലെ അബ്രിവേഷൻസ് ചുരുക്കി ഷോർട്ട് ഫോംസിലൊക്കെ എഴുതുമ്പോ ചിലപ്പോ തെറ്റുകൾ സംഭവിക്കാം. അതിന്റെ റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കാം. നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ പ്രോൺ അബ്രിവേഷൻസ് divided by number of medication charts reviewed into 100. നോക്കാം. നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ പ്രോൺ അബ്രിവേഷൻസ്. ഇങ്ങനെ ചുരുക്കി എഴുതുമ്പോ അല്ലെങ്കിൽ മരുന്നുകളെ ചാർട്ട് ചെയ്ത് നമ്മൾ എഴുതുമ്പോ എന്തോരം തെറ്റുകൾ വരുന്നുണ്ട്, എത്ര തെറ്റുകൾ വരുന്നുണ്ട്, ആ തെറ്റുകളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഡിക്കേഷൻസ് ചാർട്ട് റിവ്യൂഡ്. എത്ര എണ്ണം ചാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ക്ലിയർ ആയോ? നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ പ്രോൺ അബ്രിവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് റിവ്യൂഡ് ഇൻറ്റു 100. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് പേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ് മിസ് നമ്പർ ഒന്ന് പറയാം, നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ, ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കാം. The time taken for initial assessment. First one important ആണ്. Then fourth one, medication errors rate. Medication error rate. ഫസ്റ്റ് പേജില് അത്രയുമാണ് പഠിക്കാനുള്ളത്, 1 and 4. ഓക്കെ, ഇനി സിക്സ്ത് വൺ നോക്കാം നമുക്ക്. percentage of inpatient developing adverse drug reaction. Adverse drug reaction is a response to a drug which is toxic and unintended and which happens at doses normally used in man for prophylaxis, diagnostics and therapy of disease or for the modification of physiological function. ഇവിടെ പറയുന്നത് ഡ്രഗ് റിയാക്ഷൻ അല്ലെ, ഇങ്ങനെയുള്ള എന്താണ് ഇൻപേഷ്യൻസ് അവിടെ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസ് ആണ് ഇൻപേഷ്യൻസ്, അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ്, അവരെയാണ് നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ആ ഇൻപേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യും, ഡ്രഗ് റിയാക്ഷൻ വരാം അല്ലെ, ഇവർക്ക് ഡ്രഗ് റിയാക്ഷൻ വരാം. ഇവിടെ കിടത്തി ചികിത്സിക്കുമ്പോ പല പല മരുന്നുകള് ഇവരുടെ ബോഡിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കേറ്റോ അല്ലെ. അങ്ങനെ കേറ്റ് കഴിയുമ്പോ അവരുടെ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്, അത് ടോക്സിക് ആണെന്ന് തോന്നിയിട്ട് ആ ശരീരം റിയാക്ട് ചെയ്യുന്നുണ്ട്. അതാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ചിലവർക്ക് ചിലപ്പോ ചില മരുന്നുകളൊക്കെ കൊടുത്തു കഴിയുമ്പോ എന്താണ് അലർജി വരാം, ഛർദില് വരാം, ചൊറിച്ചില് വരാം അല്ലെ, ശരീരമാകെ തടിച്ച് പൊന്താം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അല്ലെ. അതാണ് പറയുന്നത് ഡ്രഗ് റിയാക്ഷൻ എന്ന്. മനസ്സിലായോ? ഓക്കെ, അപ്പോ ചിലപ്പോ നമ്മളിങ്ങനെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്, മരുന്നുകള് ചിലപ്പോ പല കാരണങ്ങൾ കൊണ്ട് കൊടുക്കാം അല്ലെ. പ്രോഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിലാക്സിസ്
രോഗനിവാരണം. രോഗനിവാരണം. അതുപോലെ ഡയഗ്നോസിസ് അറിയാലോ, രോഗനിർണയം. അതുപോലെ തന്നെ തെറാപ്പി ഓഫ് ഡിസീസസ് ഫോർ ദ മോഡിഫിക്കേഷൻ ഓഫ് ഫിസിയോളജിക്കൽ ഫങ്ഷൻ. രോഗനിവാരണത്തിനോ രോഗനിർണയത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെട്ട തെറാപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് ശരീരപ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് നോർമലായിട്ട് നമ്മൾ എന്ത് കൊടുക്കാം, ചില മരുന്നുകൾ കൊടുക്കാം അല്ലെ അവർക്ക്. പക്ഷേ ശരീരം എന്ത് വിചാരിക്കുന്നുണ്ട്, അത് ആക്സെപ്റ്റ് ചെയ്യാതെ, ആ മരുന്ന് ശരീരം ആക്സെപ്റ്റ് ചെയ്യാതെ അതിനെതിരെ പ്രതികരിക്കുന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ഡ്രഗ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള അലർജി, ചൊറിച്ചില്, ഛർദി അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതാണ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫോർമുലയാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. Number of inpatients developing adverse drug reaction divided by number of inpatients into 100. എന്താ പറയുന്നത്, ഇൻപേഷ്യൻസ് അല്ലെ, അവിടെ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിന് ഡ്രഗ് റിയാക്ഷൻ വരുന്നതിന്റെ എണ്ണം എത്ര പേർക്കാണ്, അവിടെ കിടത്തി ചികിത്സിച്ച പേഷ്യൻസിൽ എത്ര പേർക്ക് ഇങ്ങനെയുള്ള ഡ്രഗ് റിയാക്ഷൻസ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ലല്ലേ, ചിലവർക്ക്, ഏതാനും ചിലവർക്കൊക്കെ ചിലപ്പോൾ വരുള്ളൂ. അപ്പോ എത്ര പേർക്ക് വന്നിട്ടുണ്ട്, അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേരാണ് അവിടെ കിടത്തി ചികിത്സിക്കുന്നത്, നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് ഇൻറ്റു 100. ക്ലിയർ ആണോ? വായിച്ചു നോക്കിയേ. 5ഉം 6ഉം ഫോർമുലാസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ ആണോ ഫോർമുലാസ്? നമ്മൾ ഇന്ന് 6 ഫോർമുലാസ് ആണ്, 6 വരെയാണ് എടുത്തത് കേട്ടോ. ഇനി എംപിസ് എടുക്കുന്നില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ കുറച്ച് ഫോർമുലാസ് പഠിക്കാം. അതിനകത്ത് സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ആണ്. അതുപോലെ തന്നെ മെഡിക്കേഷൻ എറേഴ്സും ആണ് കൂടുതലായിട്ട് നോക്കേണ്ടത്. ബാക്കിയുള്ളത് നോക്കി വെച്ചാൽ മതി.
കൂടുതലായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 4ഉം അതുപോലെ 1ഉമാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മള് ഇന്നെടുത്തത് എന്താണ്, NABH അല്ലെ, നാബിന്റെ ഫുൾ ഫോം പഠിക്കാം. അതുപോലെ 4 കാറ്റഗറീസ്, അതുപോലെ അതിന്റെ സ്റ്റാൻഡേർഡ്സ്, നാബ് സ്റ്റാൻഡേർഡ്സ് എത്ര എണ്ണം ഉണ്ട്, 10 എണ്ണം. അത് ഏതിലൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടി ഒന്ന് നോക്കാം. അതുപോലെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ ഹോസ്പിറ്റലുകളെ, നാബ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം, ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ നാബിന്റെ റീഫോം ചെയ്യുന്നത്, നാബിന്റെ സ്റ്റാൻഡേർഡ്സ് റീഫോം ചെയ്തിട്ടുള്ളത് എത്ര ഇയേഴ്സ് കൂടുമ്പോഴാണ് എന്നുള്ളത് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം, QCI എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് പഠിച്ചിട്ട് വരാം. ഓക്കെ, ഞാൻ പറയുന്നുണ്ട്, അന്നാന്ന് എടുക്കുന്ന ഭാഗങ്ങള് അന്നാന്ന് തന്നെ നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. ഓക്കെ, നമുക്കറിയാം 3rd 4th ഇത്തിരി ടഫ് മൊഡ്യൂൾസ് ആണ് അല്ലെ, ടഫ് ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ ചാപ്റ്റേഴ്സ് ആണ്. അല്ലെങ്കിൽ ചാപ്റ്റർ കാണുമ്പോൾ നമുക്ക് ബോറടിക്കും അല്ലെ, ഓരോ കാര്യങ്ങൾ. ഇനിയും വരുന്നത് എന്താ, ക്വാളിറ്റി മാനേജ്മെന്റ് നമ്മളിപ്പോ നോക്കുന്നുണ്ട്. അതുപോലെ HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, നെക്സ്റ്റ് കമ്പ്യൂട്ടറിന്റെ ഒരു പാഠമുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, നമുക്ക് ബോറടിക്കും കേട്ട് കേട്ട്. എല്ലാത്തിലും HIS ഇതിലിപ്പോ എന്താണ്, ക്വാളിറ്റി മാനേജ്മെന്റ് എടുക്കുമ്പോൾ ക്വാളിറ്റി മാനേജ്മെന്റ്, ക്വാളിറ്റി തന്നെയാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ ആ ചാപ്റ്റേഴ്സിലും അതിന്റെ ഹെഡിങ് വെച്ച് തന്നെയാണ് ഓരോ ലൈനിലും പറയുന്നത്. നമുക്ക് ബോറടിക്കും. അപ്പോ അതൊക്കെ ഒന്ന് എടുക്കുന്നത് അന്നത് തന്നെ വായിച്ചെങ്കിലും വെക്കാം, അപ്പൊ നമുക്ക് ബോറടിക്കില്ല. അതുപോലെ തന്നെ എക്സാം ആകുമ്പോ ഒട്ടക്കണക്കിന് ഉണ്ടാവേമില്ല. ഓക്കെ, അല്ലെങ്കിൽ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എക്സാം ആകുമ്പോൾ നമ്മുടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1-2 മൊഡ്യൂൾ പോലെയല്ല, അത് ജസ്റ്റ് ഒന്ന് വായിച്ചാലും മതി, അധികം പേജുകളൊന്നും ഇല്ല. ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഒന്നത് തന്നെ വായിച്ച് പഠിക്കാം. നോക്കി വെച്ചില്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ ടീച്ചർമാര് പറയുമ്പോ നിങ്ങൾക്ക് ആ പാരഗ്രാഫ് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡിംഗ് ക്ലാസ് കാണാം, അവിടെ എഴുതി വെക്കുക. അതുപോലെ ടീച്ചർമാര് പറയുമ്പോ തന്നെ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കണം കേട്ടോ ഓരോ കാര്യങ്ങളും. അപ്പൊ ചിലപ്പോ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇത്രയും വരെ എടുത്തിട്ടുള്ളൂ മിസ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ നമുക്ക്. ഓക്കെ, താങ്ക് യു. ക്ലിയർ അല്ലേ ഇത്രയും വരെ? ഫോർമുലാസ് നിർബന്ധമായിട്ട് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, താങ്ക് യു.